ഗായ്സ്, അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അമ്മയോട് ഇറങ്ങിയേക്കുന്നത് അല്ല, ആ എക്സ്പ്രഷൻ കണ്ടറിയാം. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയിട്ട് സമയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. സോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അമ്മൂനെ കൂട്ടിയിട്ടേക്ക് ആദ്യം അമ്മൂനെ തുറന്നു വിടണം. ഓക്കെ, അമ്മതേ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പില്ലേ അമ്മൂനെ അഴിച്ചു വിട്ടിട്ട് പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ വരുന്നതിന് വരെ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അതാകുമ്പം ഇപ്പോൾ അഴിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൾക്കറിയാം അവളെ കൊണ്ടുപോയില്ലാന്ന്. അപ്പോൾ അവൾ നേരെ സീറ്റ് ഔട്ടിൽ കയറിയിട്ട് നമ്മൾ വരുന്നിടം വരെ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നോളും. കൂട്ടി തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് റോഡിൽ കൂടെ പോകുന്നവരെയും കാണാനൊക്കത്തില്ല. അവൾക്ക് അതിൻ്റെ വിഷമമായിരിക്കും. അങ്ങനെ നമ്മൾ അമ്മൂനെയും പൂട്ടിയിട്ടിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മളിതേ അടുത്തായിട്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെങ്ങും ആരും ഇല്ല എന്നാണ്. പിന്നീടാണ് അമ്മൂമ്മ സൈഡിൽ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ കസിൻസിനെ ഓരോരുത്തരായിട്ട് പോയി കാണാൻ തുടങ്ങി. എല്ലാവരും സ്കൂളിൽ പോയേക്കുമായിരുന്നു. ഇവന് പിന്നെ പനിയായിട്ട് അഡ്മിറ്റൊക്കെ ആയിരുന്നു. അത് കാരണം ഇവൻ മാത്രം പോയില്ല. അപ്പോൾ ഞാൻ ചെന്നതിൻ്റെ സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യദുവിൻ്റെ ധ്രുവിൻ്റെ മണിക്കുട്ടി കണ്ട. ഹായ് മണിക്കുട്ടി. പോസൊക്കെ തരുന്നുണ്ട് കേട്ടോ. മറ്റേ റാം വാക്കിനൊക്കെ നടക്കുന്ന പോലെ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. എന്താ എന്ത് സ്കൂളിൽ പോവാഞ്ഞേ? എന്ത് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് പോകണ്ടെന്ന്? പിന്നെ പറഞ്ഞോ? നോക്കട്ടെ പനിയുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞ് പനിയുണ്ടോ? പിന്നെ അവനെയും കുറച്ച് കളിപ്പിച്ചു. പിന്നെ അവൻ എന്തോ പുതിയ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടി കേൾപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂമ്മേനോട് എൻ്റെ വീഡിയോ കണ്ടപ്പം എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്ന് ഞാനിങ്ങനെ ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അമ്മൂമ്മ വീഡിയോ? അടിപൊളി അമ്മൂമ്മ, ഇതുവരെ വെച്ച് കണ്ടതിലേക്ക് സൂപ്പർ വീഡിയോ. അമ്മൂമ്മയുടെ കൃഷിയിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ വാഴക്കൊല പറിച്ചിരിക്കുകയാണ്. ഓരോ പന്നലാന്ന് തോന്നുന്നു. അമ്മ നോക്കിയമ്മേ. അമ്മൂമ്മ ഈ കൊല അങ്ങനെ ശ്രദ്ധിച്ചില്ല. അത് കാരണം കിളി കൊത്തുന്നതിന് മുമ്പ് നമുക്ക് പറിക്കാനും പറ്റിയില്ല. ഇതൊക്കെ പിന്നെ അമ്മൂമ്മ ഓരോ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഇങ്ങനെ അമ്മൂമ്മ എന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വീടിൻ്റെ ബാക്കിലായിട്ട് പുഞ്ചയുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും അമ്മൂമ്മയും കൂടി അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ നേരെ പുഞ്ചയിലേക്കാണ് പോകുന്നത്. ഇത് മറ്റേ നെൽകൃഷി ചെയ്യുന്ന പുഞ്ചയിൽ. ഇപ്പോൾ പക്ഷേ മഴ പെയ്ത് ഫുള്ള് വെള്ളം കയറി ആകെ സീനായിട്ടിരിക്കുക. പിന്നെ നമ്മൾ കാട്ടിനകത്തൂടെ പോകുന്നതുകൊണ്ട് നല്ല സൂക്ഷിച്ച് പോകണം. വല്ല പാമ്പോ പഴുതാരയോ കടിക്കാണ്ട് കൊള്ളാം. കഴിഞ്ഞ മാസം പറിച്ച പോച്ച നോക്ക്, എന്താണെന്നറിയത്തില്ല, കുറവാ പോച്ച. അമ്മ ഇതിൻ്റെ താഴെ എന്തെങ്കിലും കാണുമോ? എനിക്ക് പേടി വരുന്നു. ഒരു കിലോ സോപ്പ് പൊടി 2 കിലോ ഉപ്പ് ഉണ്ടെങ്കിൽ പോച്ചയിലൊഴിച്ചാൽ കരിയുമോ? വിനാഗിരിയും കൂടെ ചേർത്ത് ഒഴിച്ചാൽ മതി. പോച്ച കരിയുമെന്ന് അമ്മൂമ്മ പറയുന്നത്. അമ്മൂമ്മ മിക്സ് ചെയ്താൽ കരിയുമെന്ന് ഉറപ്പാണോ? കരിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അമ്മൂമ്മേനെ കോണ്ടാക്ട് ചെയ്യാം. അമ്മൂമ്മ ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. വീട്ടിലെ പോച്ച കരിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പുഞ്ചയിലെത്തിയിട്ടുണ്ട്. പക്ഷെ പുഞ്ച നല്ല വെള്ളം കയറി കിടക്കുക. ഇതാണ് നമ്മുടെ പുഞ്ച. ഇവിടെ ഫുള്ള് മറ്റേ വാട്ടർ ലില്ലി. എന്താ അമ്മ ഇതിൻ്റെ പേരെന്തായിരുന്നു? അല്ല, ഈ കിളിച്ച് നിൽക്കുന്നതിൻ്റെ കരിങ്കൂവളം കിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം ഫുള്ള് ഇവിടെ മറ്റേ എന്താ പറയുന്നത്, ഈ നെല്ലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു അടിപൊളിയാണ്. നമുക്ക് എന്നാ വ്യൂവാ, വാവ്, നല്ല രസമുണ്ടല്ലേ. ഇവിടാണ് നോക്കണ്ടേ. ഇത് കണ്ടോ, ഏകദേശം പുഞ്ചന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതാണ് നമ്മുടെ വീട്. ഇവിടൊക്കെ ഫുൾ ഇപ്പോഴാണ് ഇത്രയും പോച്ച കയറിയത്. കണ്ടോ, പേടിക്കണ്ട, പട്ടീനെ കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ്.
ഇത് ആക്ച്വലി ഒരു പ്രകൃതി രമണീയത എന്നൊക്കെ പറയില്ലേ, കാട് കയറി കിടക്കുവാണെങ്കിലും അറിയാം, ബട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീൽ എന്നൊക്കെ പറയില്ലേ. അതുവഴി അമ്മയും അമ്മൂമ്മയും വരുന്നുണ്ട് ബാക്കി കൂടി. കൊള്ളാമല്ലേ? അങ്ങനെ നമ്മളിതേ പുഞ്ചയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്താണ് പുഞ്ചയെങ്കിൽ കൂടിയും കുറച്ച് കാടൊക്കെ കയറി കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ നേരെ എത്തി. ഏതോ മണിക്കുട്ടീനെ വിളിച്ചേ. ഇത് യദുവിൻ്റെ മണിക്കുട്ടിയാണോ? ഇത് യദുവിൻ്റെ മണിക്കുട്ടി. എടാ എടാ എനിക്ക് പേടിയാ. ഇത് മണിക്കുട്ടിയാ? എടാ പോന്ന് പോന്ന് പിടി പിടി. ഹായ് മണിക്കുട്ടി. അപ്പോൾ ഓണത്തിനേക്ക് ഒരു പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മേൻ്റെ ഒരു സാരി ഇസ്ക്കാൻ വന്നേ. അപ്പോൾ നമുക്ക് അമ്മൂമ്മേൻ്റെ സാരിയിൽ നിന്ന് എനിക്ക് പറ്റിയ സാരി ഉണ്ടോ നോക്കാം. അപ്പോൾ അമ്മൂമ്മ ഈ സാരീൻ്റെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഇത് എനിക്ക് ചേരുമോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അമ്മ ഇതൊന്നും എങ്ങനെയാണ് അമ്മ? അമ്മ ഫുള്ള് പൂട്ടി കെട്ടി സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്ന സാരികളാണ്. ഇതാണെന്ന് തോന്നുന്നു അമ്മൂമ്മ കൊടുക്കാത്ത. അമ്മ ഒന്ന് തിരിച്ച് ഒന്ന് കാണിച്ചത്. അതിൻ്റെ മറ്റേ ഇത് കാണിച്ച് പ്ലീറ്റ് കാണിച്ച്. അതല്ല മറ്റേ ഒരു ബോർഡർ, അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും അല്ലേ? ബ്ലൗസ് വേറെ തയ്പ്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ സാരി ഫിക്സ് ചെയ്തു. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് സാരിയൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തയ്പ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജിമ്മിൽ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പാവാടയ്ക്കുള്ള സാരി ഏകദേശം നമുക്ക് സെറ്റായി. ബാക്കി നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, ബൈ രാജി. പോവാം. ബൈ. പിള്ളേരോട് പറഞ്ഞേക്കെ. വീട്ടിൽ പോവാം. വാ പോവാം, സമയം ഒത്തിരി. അപ്പോൾ ഓക്കെ ബൈ. എന്താ മല്ലിക അമ്മ നോക്കിയേ, നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. എന്ത് മോന്തക്കിട്ടെ? ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടേക്കുന്നേ? ഒന്ന് ചിരിച്ചേ. നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയൊരു കാലിന് വേദന പോലെയുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഓയിൽമെൻറ്റ് വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ സ്റ്റാർ മെഡിക്കൽസിൽ തട്ടാരമ്പലത്തിലുള്ള അവിടേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഇതുള്ള ചേട്ടനോട് കാര്യം പറഞ്ഞിട്ട് നോർമൽ ഒരു വേദനേൻ്റെ ഓയിൽമെൻറ്റും വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അന്നേരം തന്നെ ഇറങ്ങി. പക്ഷേ ഓണം അങ്ങനെ വലുതായിട്ട് ഒരുങ്ങണം എന്നില്ല. ബിക്കോസ് എൻ്റെ അപ്പൂപ്പൻ ഇപ്രാവശ്യം മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സാരിയും ബ്ലൗസ് എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടി തട്ടാരമ്പലം രാജേശ്വരി വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസിൻ്റെ. എനിക്ക് ഇങ്ങനത്തെ വലിയ വർക്ക് വരുന്നു. എനിക്ക് നോർമൽ ഒരു നെറ്റിൻ്റെ പച്ച കളറിലെ ബ്ലൗസ് മതിയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ ചേട്ടൻ നല്ല ചേട്ടനായതുകൊണ്ട് അവിടെ നിന്ന് ഒട്ടുമിക്ക കളക്ഷൻ ഇങ്ങനെ എടുത്ത് കാണിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞ ഒരു നോർമൽ പച്ച ബ്ലൗസ്, വലിയ വർക്കൊന്നും വേണ്ട, നെറ്റിൻ്റെ ആണെങ്കിൽ അത്രയും നല്ലത്, ആ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ തപ്പി വന്നിട്ട് ഈ ഒരു ബ്ലൗസ് പീസ് എൻ്റെ കണ്ണിൽ പെട്ടു. പക്ഷേ ഇതും പച്ചയായിരുന്നു. പക്ഷേ അത് ഫോണിൽ കൂടെ നോക്കുമ്പോൾ ഒരു നീല ഷെയ്ഡ് പോലെ തോന്നി. അത് കാരണം ഞാൻ മറ്റേ ബ്ലൗസ് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ആ ബ്ലൗസ് എടുത്തോളാൻ പറഞ്ഞു. ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മുറിക്കുന്നതിന് മുന്നേന്ന്. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത്. അമ്മ നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയായിരിക്കും എന്ന് കരുതി. പക്ഷേ റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. പക്ഷേ ചിലതിൻ്റെയൊക്കെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊന്നും, പിന്നെ കൈയിൻ്റെ അവിടുത്തെ വർക്കോ അതിൻ്റെ ആ സ്റ്റിച്ചിങ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം കുറച്ച് നേരം നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലൗസൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ബ്ലൗസൊക്കെയാണ്. എന്തോ അധികം റേറ്റും വരുന്നില്ല, 400 രൂപ എന്തോ വരുന്നുള്ളൂ ഇതിന്. നമ്മളിപ്പോൾ നോർമലി ഒരു തുണി എടുത്തിട്ട് തയ്പ്പിക്കുമ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ റേറ്റ് ആവും. പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ആ കൈയിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര ലൂസ് പോലെ. ഈ ബ്ലൗസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ മറ്റേതെനിക്ക് കുറച്ച് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ കൈയിൻ്റെ ഭാഗം കാരണമാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. ഇതിൻ്റെ കൈ ഒരുമാതിരി വീർത്തിരിക്കും, സോ അത് രസം കാണത്തില്ല. നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കാം. പിന്നെ നമ്മൾ ആ ബ്ലൗസിൻ്റെ ആ ഒരു തുണി തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഞാനും അമ്മ അവിടെ നിന്ന് ഇറങ്ങി. വേറെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഒരു ബ്ലൗസ് പീസ് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രം അതൊന്ന് ജസ്റ്റ് കയറി എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ മുള്ളിക്കുളങ്ങര അമ്പലത്തിനോട് എത്തിയപ്പോഴത്തേന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അമ്പലം അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നവാഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വൃത്തിക്ക് വൈകുന്നേരം വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അമ്പലമൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോഴത്തേന് അമ്മൂൻ്റെ സ്നേഹപ്രകടനം എപ്പോഴും ഉള്ളതുപോലെ തന്നെ പെട്ടെന്ന് പോയിട്ട് വരുമ്പോൾ ഉള്ളൊരു ആ ഒരു സ്നേഹമാണ്. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഡേ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ പോയതാണ്. ജസ്റ്റ് അമ്മേൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു. അതിനും കൂടി പോയിട്ട് നമ്മൾ ഇതേ വീട്ടിലെത്തി.
സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.